ഇരുട്ട് രാത്രി മുഴുവൻ നിറഞ്ഞു നിന്നു. ചുമരുകളൊക്കെ തണുത്തിരുന്നു. ജനാലകൾ മൂടപ്പെട്ടിരുന്നു. ആ കാറ്റത്തൊരു വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. റിയ തന്റെ കിടക്കയിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ ചെവികളിൽ ഒരു ചിരിയുടെ ശബ്ദം കേട്ടത്. പതുക്കെ. പക്ഷെ അതെങ്ങനെയായിരുന്നെന്നാൽ ഏതോ ഒരു പഴയ മുറിവിന്റെ അഗാധമായ വേദന വീണ്ടും തുറന്നതുപോലെ. റിയ ഉടനെ എണീറ്റിരുന്നു. ചിരി ശബ്ദം നിന്നു. പക്ഷെ അവളുടെ ഹൃദയത്തിന്റെ സ്പന്ദനം കൂടാൻ തുടങ്ങി. അവൾ പതുക്കെ എന്തു പറഞ്ഞെന്നാൽ, ഈ ചിരി എനിക്ക് നന്നായി അറിയാവുന്നതുപോലെ തോന്നുന്നല്ലോ. വീണ്ടും ശാന്തത നിറഞ്ഞു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്നും വെള്ളം ഒലിക്കുന്ന ശബ്ദം കേട്ടു. ആ ശബ്ദം പേടിപ്പിക്കുന്ന രീതിയിലും തണുത്തതുമായിരുന്നു. ഏതോ പഴയ കിണറിൽ നിന്നും കേൾക്കുന്നത് പോലെ. അവൾ കിടക്കയിൽ നിന്നും എണീറ്റു. തറ ഐസ് കട്ടി പോലെ തണുത്തിരുന്നു. കതകിന്റെ താഴെ നിന്നും നീല നിറത്തിലുള്ള ചെറിയൊരു പ്രകാശം കണ്ടു. റിയ പതുക്കെ പതുക്കെ ബാത്റൂമിനകത്തേക്ക് കയറി. റിയ പെട്ടെന്ന് അവിടെയുള്ള കണ്ണട നോക്കിയപ്പോൾ അവൾ ശരിക്കും വിറച്ചുപോയി. കണ്ണാടിയിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് ഒരു ഭയങ്കരമായ ചിരിയുണ്ടായിരുന്നു. പക്ഷെ ആ ചിരി ഏതോ ഒരു മഞ്ഞു വിഷം പോലെ തണുത്തതും ജീവനില്ലാത്തതുമായിരുന്നു. കബീർ! കണ്ണാടിയിലുണ്ടായിരുന്ന ആ ചെറുക്കൻ പെട്ടെന്ന് അവന്റെ ചിരി നിർത്തി. അവന്റെ കണ്ണുകൾ വലുതായി, ആഴമായ കറുത്ത. പിന്നെ ദേഷ്യത്തോടെ അവന്റെ ശബ്ദം കണ്ണാടി കീറി പുറത്തു വരുന്നത് പോലെ തോന്നി. അവൻ നിന്നെ വിളിക്കുന്നു റിയ. റിയയുടെ പേടി കൂടി. പെട്ടെന്ന് ബാത്ത് ടബ് വിറയ്ക്കാൻ തുടങ്ങി. വെള്ളം തന്നെ തിളയ്ക്കാൻ തുടങ്ങി. റിയ പുറകിലോട്ട് നടന്നു. പക്ഷെ കതക് പെട്ടെന്ന് മൂടി. കണ്ണാടിയൊക്കെ മങ്ങാൻ തുടങ്ങി. ബാത്ത് ടബും മുഴുവനായി നിറഞ്ഞു. വെള്ളം നിലത്ത് ഒഴുകാൻ തുടങ്ങി. ആ വെള്ളത്തിൽ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നെ ഒരു അഴുകിയ കൈ പുറത്തേക്ക് വന്നു. അവൻ നിന്നെ വിളിക്കുന്നു റിയ. പെട്ടെന്ന് ആ കൈ അവളുടെ കഴുത്തിനടുത്തേക്ക് വന്നു. റിയ നിലവിളിക്കാൻ തുടങ്ങി. ആ ശബ്ദം മുറി മുഴുവനും കേട്ടു. പക്ഷെ കുറച്ചു സമയം കൊണ്ട് എല്ലാം തന്നെ മാറി. റിയ തന്റെ കണ്ണു തുറന്നു. സൂര്യന്റെ പ്രകാശം ജനാലയിൽ കൂടി അകത്തേക്ക് വന്നു. അവൾ തന്റെ കിടക്കയിലായിരുന്നു. പക്ഷെ ഇപ്പോഴും അവളുടെ പേടി മാറിയിട്ടേയില്ല. സമയം രാവിലെ 9 റിയ തന്റെ തലയിൽ കൈവച്ചു. അവളുടെ കൈ ഇപ്പോഴും തണുത്തുറഞ്ഞിരുന്നു. ഓ ഗോഡ്, അതൊരു സ്വപ്നമാണ്. പക്ഷെ അതെന്താ അങ്ങനെയായിരുന്നേ? പെട്ടെന്ന് കതകു തുറന്നു. അവളുടെ ഭർത്താവ് ആര്യൻ അകത്തേക്ക് വന്നു. എന്തു പറ്റി റിയ? എന്തിനാ നിന്റെ മുഖം ഇങ്ങനെ ഉള്ളത്? എന്തെങ്കിലും ചീത്ത സ്വപ്നം കണ്ടോ? റിയ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ പേടിയുണ്ടായിരുന്നു. അവൾ പതുക്കെ പതുക്കെ എല്ലാം അവനോട് പറഞ്ഞു. ചിരി ശബ്ദം, ബാത്റൂം, കണ്ണാടി, പിന്നെ കബീർ. ആര്യൻ ശാന്തനായിരുന്നിട്ട് അവൻ പറഞ്ഞു, റിയ, ഇത് ഒരു സാധാരണமான സ്വപ്നമാണ്. നിനക്ക് ഓർമ്മ ഉണ്ടല്ലേ 10 കൊല്ലങ്ങൾ മുൻപ് കസോളി ഘാട്ടിൽ എന്താ നടന്നതെന്ന്? എത്ര കുട്ടികൾ കാണാതെ പോയി. എല്ലാവരും പറഞ്ഞത് ഒറ്റ പേര് തന്നെയാണ്, ജോക്കർ ഹാസൂർ. ആൾക്കാർ പറയാറുണ്ട് അവൻ 60 കൊല്ലങ്ങൾ മുൻപ് മർമ്മമായ രീതിയിൽ കാണാതെ പോയെന്ന്. എനിക്ക് ഇപ്പോഴും എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അവൻ ഒരു സീരിയൽ കില്ലറാണെന്ന്. പക്ഷെ ആര്യൻ, നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാ. കബീറിന് ആ ജോക്കറാണ് ടോപ്പിക് നൽകിയത്. അതിനുശേഷം കബീറിനെ നമ്മൾ കണ്ടില്ല. പിന്നെ അന്ന് അവൻ കളഞ്ഞുപോയ ദിവസം നമ്മുടെ അച്ഛനമ്മമാർ പേടിച്ചു വിറച്ചുപോയി. അന്ന് രാത്രി തന്നെ അവർ കസോലി വിട്ടു പോയി. എല്ലാവരും പറയാറുണ്ട് ജോക്കർ 60 കൊല്ലങ്ങൾ മുൻപ് മർമ്മമായ രീതിയിൽ കാണാതെ പോയെന്ന്. പക്ഷെ എനിക്ക് ഇപ്പോൾ എന്താ തോന്നുന്നു വെച്ചാൽ അവൻ ഒരു ഭ്രാന്തനാണ്, ഒരു ഭ്രാന്ത് പിടിച്ച കൊലകാരൻ. റിയയുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. കസോലിയുടെ ആ തണുത്ത പാതയ്ക്ക് വീണ്ടും ജീവൻ വെച്ചു. അവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് അവർ കാണാതായി. റിയ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഒരു പഴയ ഫോട്ടോ നോക്കി. അതിൽ 3 കുട്ടികൾ ചിരിച്ചുകൊണ്ടിരുന്നു. പുറകിലത്തെ ബോർഡിൽ എഴുതിയിരുന്നു, ലാഫിംഗ് സർക്കസ് കസോലി 10 years ago. അന്ന് മുതൽ കബീറിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നമ്മൾ കസോലി പോകുന്നു. എവിടെ കളിച്ചോ അതേ സ്ഥലത്തേക്ക്. നമ്മൾ അവനെ തനിച്ചാക്കിയതാണ് വലിയ തെറ്റെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ വർഷവും പോകുന്നു. ഒരുപക്ഷെ അവൻ തനിച്ച് നമുക്കായി കാത്തുകൊണ്ടിരിക്കുമെന്ന് കരുതി കസോലി പോകണം. കുറച്ചു സമയത്തിന് ശേഷം കാർ മലപ്പാതയിൽ പോവുകയായിരുന്നു. 4 വശത്തും മഞ്ഞുകൊണ്ട് നിറഞ്ഞിരുന്നു. ആ റോട്ടിൽ ഓരോ ഭാഗവും ഏതോ പഴയ പേടിയുടെ കതക് പോലെയായിരുന്നു. ആര്യൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. റിയ ജനാലയിൽ കൂടെ പുറത്തു നോക്കിക്കൊണ്ടിരുന്നു. റിയ, നീ ആ സ്വപ്നത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇല്ല ആര്യൻ, അത് വെറും സ്വപ്നമല്ല. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കബീറിനെ കണ്ടു. അവൻ പറഞ്ഞു അവൻ നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുവെന്ന്. ഒരുപക്ഷെ ആസൂർ ഇപ്പോഴും ജീവിച്ചിരുന്നാൽ. ആര്യൻ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ആ ചിരിയിൽ
വിശ്വാസമില്ലായിരുന്നു. ഒരു പക്ഷേ ശരിക്കും അവൻ ജീവനോടുണ്ടെങ്കിൽ അവനെ തീർച്ചയായിട്ടും ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കബീറിന് ശേഷം ഏതൊരു കുട്ടിയും കാണാതെ പോയില്ലല്ലോ. നിങ്ങൾ മറന്നുപോയി ആര്യൻ. കസോലിയിലുള്ള ഓരോ ആൾക്കും അറിയാം ആ ജോക്കർ ഓരോ 10 വർഷത്തിലും ഒരിക്കൽ വരുമെന്ന്. പിന്നെ കബീർ കാണാതായി 10 വർഷങ്ങളായി. ആര്യന്റെ മുഖം ആകെ ശാന്തമായി. കാർ ഇപ്പോൾ പതുക്കെ പോകാൻ തുടങ്ങി. മുൻപിൽ മഞ്ഞിനിടയിൽ ഒരു പഴയ ബോർഡ് കണ്ടു. വെൽക്കം ടു കസോലി, ദ ലാഫിംഗ് ഗ്രൗണ്ട്. കാറ്റത്ത് അതേ പഴയ ചിരി കേട്ടു. ഹോട്ടലിലേക്കുള്ള പാതയിൽ രാത്രിയുടെ ശാന്തത ശ്വാസം നിർത്തിവച്ചിരുന്നു. ഓരോ മുറിയും തണുത്ത ചുമരുകളോടെ ഉറങ്ങിക്കൊണ്ടിരുന്നതുപോലെ തോന്നി. റിയ കിടക്കയിൽ തൻ്റെ കൈകളിൽ മൊബൈൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ ആ സ്ക്രീൻ നോക്കിക്കൊണ്ടിരുന്നു. അതിൽ കബീറിൻ്റെ പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. കാറ്റ് തണുത്തിരുന്നു. പക്ഷെ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് അവളുടെ മനസ്സിലൊരു വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടു. പതുക്കെ അവൾ ചിരിച്ചു. പിന്നെ അതുപോലത്തെ ചിരി വീണ്ടും അവൾക്ക് കേട്ടു. പതുക്കെ പക്ഷെ ആഴമായി. മുൻപത്തേക്കാളും വളരെ അടുത്ത് വളരെ തണുത്ത കാറ്റ് റൂമിനകത്തേക്ക് വന്നു. അത് അവളുടെ തലമുടിയിൽ തൊട്ടിട്ട് പോയി. റിയ നിവർന്നു നോക്കി. റൂമിലുണ്ടായിരുന്ന സ്ക്രീനെല്ലാം അലയാൻ തുടങ്ങി. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തറയിൽ എന്തോ ഉണ്ടായിരുന്നു. അവൾ പതുക്കെ കുനിഞ്ഞ് അത് എടുത്തു. പക്ഷെ അവളുടെ വിരലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അതൊരു ജോക്കർ മാസ്ക് ആയിരുന്നു. കീറിയിരുന്നു. പക്ഷെ ആ ചിരി ഇപ്പോഴും ഫ്രഷായിരുന്നു. അവളുടെ ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. അവൾ ആര്യന്റെ മുറിയിലേക്ക് ഓടി. എന്തു പറ്റി റിയ ഈ രാത്രി സമയത്ത്? ആര്യൻ, ഞാൻ കബീറിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തണുത്ത കാറ്റ് വീശി. പിന്നെ തറയിൽ മാസ്ക് കിടക്കുന്നത് കണ്ടു. നോക്കൂ. റിയ, പുറത്ത് വളരെ തണുപ്പായിട്ടുണ്ട്. ഒരു പക്ഷേ കാറ്റെടുത്ത് പറന്ന് ഇത് വന്നിട്ടുണ്ടാവും. നീ ആവശ്യമില്ലാതെ പേടിക്കുന്നുണ്ട്. ചെന്നുറങ്ങിയേക്ക്. പിന്നെ സ്ലീപ്പിംഗ് ടാബ്ലറ്റിനെ സമയത്തിനെ എടുക്കണം. റിയ ഒന്നും മിണ്ടിയില്ല. അവൾ പതുക്കെ നടന്ന് വീണ്ടും തന്റെ മുറിയിലേക്ക് ചെന്നു. കിടക്കയിൽ ചെന്ന് കിടക്കുന്നതിന് മുമ്പ് അവൾ ഗുളിക കഴിച്ചു. പക്ഷെ ഉറക്കത്തിനു പകരം അവളുടെ മുറിയിൽ വീണ്ടും അതേ തണുത്ത വാട വീശാൻ തുടങ്ങി. സമയം രാത്രിയായി. ഘടികാരത്തിൽ 12 മണിയായി. ജനാല, കതവ്, കണ്ണാടികൾ വിറയ്ക്കാൻ തുടങ്ങി. വേഗത്തിലൊരു കാറ്റ് അകത്തേക്ക് വന്നു. മഞ്ഞു കഷ്ണങ്ങളോടൊപ്പം. ജനാലയുടെ കതക് തന്നാലെ തുറന്നു. റിയ പേടിച്ച് ജനാലകൾ മൂടി. പക്ഷെ ആ കാറ്റ് റൂമിനകത്തായിരുന്നു. 4 വശത്തു നിന്നും അവളെ ചുറ്റിക്കൊണ്ടിരുന്നു. റിയ, എൻ്റെ സ്നേഹമുള്ള റിയ, നീ എത്ര വലിയവളായിപ്പോയി. പക്ഷേ എനിക്ക് നീ ഇന്നും അതേ കൊച്ചുകുട്ടിയാണ്. റിയയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ആ ശബ്ദം വളരെ ഭാരമായിരുന്നു. ചുമരുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. നിന്റെ സുഹൃത്ത് കബീർ നിന്നെ വളരെ മിസ്സാവുന്നുണ്ട്. നിനക്ക് അവനെ കാണാൻ ഇഷ്ടമില്ലേ? റിയ പേടിച്ച പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. ജനാലയുടെ മറുവശം ഒരു രൂപം കണ്ടു. ചുവന്ന കണ്ണുകൾ, നീളത്തിലുള്ള നാക്ക്, ചിരി നിറഞ്ഞൊരു മുഖം. അവനാണ് ആ ജോക്കർ, ഹാസൂർ. അവന്റെ ചിരി മഞ്ഞുപോലെ തണുത്തതായിരുന്നു. അവൻ തല കുനിച്ചുകൊണ്ട് ജനാലയുടെ കണ്ണടയിൽ കൈവച്ചു. അവന്റെ കണ്ണുകൾ നേരെ റിയയുടെ കണ്ണുകളിലേക്ക് നോക്കി. റിയ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പിന്നെ അവൾ അവിടെ തന്നെ മയങ്ങി വീണു. സൂര്യപ്രകാശത്തിന്റെ ചെറിയ കതിരുകൾ സ്ക്രീനിൽ കൊണ്ട് അകത്തേക്ക് വന്നു. റിയ തന്റെ കണ്ണു തുറന്നു. അവളുടെ തല ഭാരമായിരുന്നു. ശരീരമൊക്കെ തണുത്തിരുന്നു. അവൾ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നോട് തന്നെ പറഞ്ഞു, ഓ ഗോഡ്, അത് സ്വപ്നമാണോ അല്ലെങ്കിൽ നേരാണോ? അപ്പോഴാണ് കതക് തുറന്നത്. ആര്യൻ റൂമിനകത്തേക്ക് വന്നു. റിയ, വേഗം റെഡിയാവ്, നമ്മൾ പുറപ്പെടണം. റിയ എന്തോ പറയാനായി തുടങ്ങി. പക്ഷെ ആര്യൻ അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിനകം രണ്ടുപേരും അവിടെ നിന്നും പുറപ്പെട്ടു. സർക്കസ് ഗ്രൗണ്ട് ഇപ്പോൾ വളരെ പഴയതായി. ഉടഞ്ഞ കസേരകൾ, കീറിയ പോസ്റ്ററുകൾ, പിന്നെ 4 വശത്തും അതേ ആ പഴയ ചിരി. റിയ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത്. അവിടെയാണ് എല്ലാം അവസാനിച്ചത്. റിയ, നീ ഇവിടെ എന്താ ചെയ്യുന്നു? നീ നോക്ക് ആര്യൻ, ഓർമ്മയുണ്ടോ അവസാനമായി നമ്മൾ കബീറിനെ അവിടെയാണ് കണ്ടത്. ആ ജോക്കർ അവന് ചോക്ലേറ്റ് നൽകി. കബീർ നമ്മളോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വന്നേക്കാമെന്ന്. ഒരുപക്ഷെ നമ്മൾ അവനെ തടഞ്ഞിരുന്നെങ്കിൽ. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. ആര്യൻ അവളുടെ തോളത്ത് പിടിച്ചു. റിയ,
ഇതിൽ നമ്മളുടെ തട്ട് ഏതുമില്ലായിരുന്നു. അവൻ ഒരു സൈക്കോ കില്ലറാണ്. ഇപ്പോൾ ആ കഥ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അതേ ചിരി ഇപ്പോൾ കേൾക്കാൻ തുടങ്ങി, പതുക്കെ പക്ഷെ ആഴമായി. പിന്നെ അടയാളം കണ്ടു. ആ ശബ്ദം ഭൂമിയിൽ നിന്നുമല്ല, കാറ്റത്തു നിന്നുമാണ് വന്നത്. രണ്ടുപേരും പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അവരുടെ മുൻപിലായി കബീർ നിന്നുകൊണ്ടിരുന്നു. കബീർ! ആ കുട്ടി ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ ചിരി കുട്ടിയുടേതുപോലെയല്ല. അവൻ ഓടാൻ തുടങ്ങി. റിയ അവന്റെ പുറകെ ഓടി. റിയ, നിൽക്കൂ, എനിക്ക് ഇതെല്ലാം ശരിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ റിയ ഓടിക്കൊണ്ടേയിരുന്നു. കബീർ അവരെ കാട്ടിൽ വളരെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പഴയ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. കാടിന്റെ നടുക്കുണ്ടായിരുന്ന ആ പഴയ ബംഗ്ലാവ് എങ്ങനെയായിരുന്നെന്നാൽ അതിന് ജീവനുള്ളതുപോലെ തോന്നി. റിയയും ആര്യനും ആ ബംഗ്ലാവിനകത്തേക്ക് കയറി. അകത്ത് ആരുമില്ലായിരുന്നു. ചുമരിൽ ജോക്കറിന്റെ മാസ്ക് ഉണ്ടായിരുന്നു. ചിലത് ഉടഞ്ഞതും ചിലത് ചിരിച്ചുകൊണ്ടേയിരുന്നു. നിലത്ത് ചിതറിക്കിടന്ന പാവകളുടെ കണ്ണുകൾ പ്രകാശിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു മൂലയിൽ ഉടഞ്ഞു കിടന്ന മ്യൂസിക് ബോക്സ് തന്നെത്താനെ പാടാൻ തുടങ്ങി. റിയ, എനിക്ക് ഈ സ്ഥലം ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിയാൽ. അപ്പോഴാണ് റിയ ചുമരിൽ ശ്രദ്ധിച്ചത്. എന്നിട്ട് അവൾ പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. ചുമരിന് മുകളിൽ കബീർ ഒരു പല്ലിയെ പോലെ ഒട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ അവർ രണ്ടുപേരെയും തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അടുത്ത ക്ഷണം തന്നെ അവൻ ചുമരിൽ നിന്നും ചാടി മൃഗത്തിനെ പോലെ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. നിങ്ങൾ രണ്ടുപേരും ഇന്നും ജീവനോടുണ്ടോ? നിങ്ങളല്ലേ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയത് അല്ലേ? പ്രിയയുടെ പാദങ്ങൾ പുറകിലോട്ട് നടന്നു. കബീർ, നിന്നെ ഞങ്ങൾ തനിച്ചാക്കാൻ ആഗ്രഹിച്ചില്ല. നീ ഞങ്ങളെ വിട്ട് എന്നേക്കുമായി കാണാതാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ഓടില്ലായിരുന്നു. കബീർ റിയയെ തുറച്ചു നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, അവന്റെ ബലം നിങ്ങളുടെ പേടിയിലാണ്. നിങ്ങൾ എത്ര പേടിക്കുന്നോ അവൻ അത്ര ചിരിക്കും. ഞാനും പേടിച്ചു പോയി. ആ പേടിയാണ് എന്നെ അവൻ്റെ അടുത്ത് കുടുക്കിയത്. അപ്പോഴാണ് റിയയുടെ കാലുകളിൽ ആരോ പിടിച്ചത്. റിയ അവളുടെ കാലുകളിലേക്ക് നോക്കിയതും റിയയും ആര്യനും നിലവിളിക്കാൻ തുടങ്ങി. താഴെ അതേ ജോക്കർ തൻ്റെ നീളമുള്ള നാക്ക് പുറത്തേക്കിട്ട് റിയയുടെ കാലുകൾ ചുറ്റിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ വളരെ വിചിത്രമായിരുന്നു. അടുത്ത ക്ഷണം തന്നെ അവൻ എണീറ്റ് നിന്നു. എന്നിട്ട് റിയയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ ആ ഭയങ്കരമായ ചിരി അവിടെ മുഴുവനും കേട്ടു. എനിക്ക് നിന്നെ കണ്ട് പേടിയില്ല ജോക്കോ. ബംഗ്ലാവ് വിറയ്ക്കാൻ തുടങ്ങി. ചുമരുകളിൽ വിടവ് വരാൻ തുടങ്ങി. പെട്ടെന്ന് ആര്യൻ്റെ കണ്ണുകൾ വെളുത്തതായി മാറി. എന്നിട്ട് അവൻ താഴേക്ക് വീണു. ഞാൻ നിന്നെ കണ്ട് പേടിക്കില്ല. നീ വെറും ഒരു ജോക്കറാണ്, ഒരു കോമഡിയൻ. ജോക്കറിന്റെ ചിരി ശബ്ദം ചുമരുകൾ കീറാൻ തുടങ്ങി. അവന്റെ മുഖം നീളമായി. അവന്റെ നാക്ക് തറ വരെ നീണ്ടുകൊണ്ടേ പോയി. അവന്റെ നിഴൽ ഓരോ ചുമരിലും കാണാൻ സാധിച്ചു. പേടി അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നു റിയ. ഇപ്പോൾ നിന്റെ പേടി എനിക്ക് സ്വന്തമാണ്. റിയ കണ്ണുകൾ മൂടി വിറച്ചുകൊണ്ട് അവൾ എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് നിന്നെ കണ്ട് പേടിയില്ല, നീ വെറും വേസ്റ്റാണ്. പെട്ടെന്ന് ജോക്കോയുടെ ചിരി കുറയാൻ തുടങ്ങി. അവന്റെ ശരീരം മഞ്ഞുപോലെ ഉരുകി പുകയായി മാറാൻ തുടങ്ങി. അവന്റെ ശബ്ദം കേട്ടോ, പേടി ഒരിക്കലും മരിക്കില്ല റിയ. അത് കാത്തുകൊണ്ടിരിക്കും അടുത്ത മുഖത്തിന് വേണ്ടി. റിയയുടെ ചെവിയിൽ തണുത്ത കാറ്റ് വീശി. അവൾ പതുക്കെ മുൻപിലോട്ട് ചെന്നു. അപ്പോഴാണ് അവൾ നോക്കിയത്. ആ ഇരുട്ടത്ത് തറയിൽ ചാമ്പലിന്റെ നടുക്ക് എന്തോ അനങ്ങാൻ തുടങ്ങി. അത് ആര്യന്റെ ശരീരം. അത് പതുക്കെ പതുക്കെ എണീറ്റ് നിന്നു. ആര്യൻ. ഇപ്പോൾ അത് ആര്യനല്ലായിരുന്നു. അവന്റെ കണ്ണിലുണ്ടായിരുന്ന കറുത്ത മിഴികൾ ഇപ്പോൾ വെളുത്തതായിരുന്നു. അവന്റെ ചുണ്ടത്തിപ്പോൾ ഒരു വ്യത്യസ്തമായ ചിരി ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നെന്നാൽ ശരിക്കും ജോക്കോയെ പോലെ. ആ ചിരിയോടുകൂടി അവൻ പതുക്കെ പറഞ്ഞു, ശരിക്ക് റിയ, ഇപ്പോൾ നിന്റെ മുറയാണ്. റിയയുടെ കാലുകൾ പുറകിലോട്ട് നടന്നു. ചുമരിൽ അതേ ശബ്ദം കേട്ടു. ചിരി ഒരിക്കലും നിൽക്കാറില്ല. കതക് തന്നെത്താനെ മൂടി. ഇരുട്ട് 4 വശത്തും നിറഞ്ഞു. പിന്നെ ബംഗ്ലാവ് വീണ്ടും വളരെ ശാന്തമായി.